നീ ജോലി ചെയ്യുന്ന പൈസ മൊത്തം എന്നെ കൊണ്ടൊന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചെലവിന് കൈവെല്ലാം വേണ്ട. എന്റെ ഒരു 100 രൂപ ഉണ്ടോ? അത് മതിയാടാ. തിരിച്ചു വരുമ്പോ ഈ 100 രൂപ അവന്റെ പോക്കറ്റിൽ തന്നെ കാണും. അത് ചെലവാക്കിയാലേ തീരത്തോളൂ. ഞാൻ പോകുന്നടാ. നീ എന്തിനാണ് അങ്ങനെയൊക്കെ അവന്റെ അടുത്ത് പറയുന്നത്? അവനിക്കത് വിഷമത്തില്ലടാ. ഇവന്റെ അടക്കം നക്കിത്തരം കാണിക്കുന്ന ഒരുത്തരം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നീ എന്ന നാളെ ട്രിപ്പ് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? എന്റെ കാശില്ല, ഞാൻ വരുന്നില്ല. നീ എന്തിനാണ് ഈ പണം ഉണ്ടാക്കി വെക്കുന്ന? ചാവുമ്പോ കൂടെ കൊണ്ടുപോകാനാ? നിർത്തടാ. അവൻ കഷ്ടപ്പെട്ട് ഇത്രയും പൈസ ഉണ്ടാക്കി എന്തിനാ നിനക്ക് അറിയാവോടാ? ഒഴുകി തിന്നാനായിരിക്കും. അല്ലടാ, നമ്മളൊക്കെ സിനിമയ്ക്ക് പോകാനും ട്രിപ്പിന് പോകാനും പൈസ ഉണ്ടാക്കിയപ്പോ അവ ഉണ്ടാക്കിയത് ഹജ്ജിന് പോകാനാടാ. എന്നോട്ട് ഒരു വാക്ക് പറയാമോ? എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ വാപ്പായം കൊണ്ട് ഹജ്ജിനും. കടവും കടത്തിന്റെ മേളയെന്ന് അവർക്കത് സാധിച്ചില്ല. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത ഹജ്ജ് നീ നിന്റെ അനിയനുമായിട്ട് പോയി ചെയ്യണം. അവന്റെ വാപ്പാടെ മൊത്തം കടവും തീർത്ത് അവ അടുത്ത ആഴ്ച പോവാടാ അവന്റെ അനിയനുമായിട്ട് ഹജ്ജിന്. എന്റെ കൂടെ ഒന്ന് വന്നാ മാത്രം മതി. ഇത് കണക്കൊരു ചേട്ടനെ കിട്ടണമെങ്കിൽ എന്റെ ഭാഗ്യമാണ്. അലിവിന്റെ നീരിനായി തേടും നീ വേളാമ്പല് അളവറ്റ കാരുണ്യം നൽകിയിടേ നീ ഓഷാരം.